Hello, Crypto Bros. Welcome back to another exciting video from OnChain Hub. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓൺചെയിൻ ഹബിൻ്റെ നോഷൻ പേജ് ബിൽഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നമ്മൾ ഓൺചെയിൻ ഹബിൻ്റെ ഈ നോഷൻ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്രിപ്റ്റോയിൽ പുതിയതായി വരുന്ന ഒരാൾക്ക് വേണ്ട നോളജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ള നമ്മുടെ ഈ നോഷൻ പേജിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബിഗിനർ ലെവലിലാണ് നമ്മൾ ഫുള്ള് നമ്മുടെ സ്ട്രക്ചർ മൊത്തം എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ചുകൂടി ഇൻ്റർമീഡിയറ്റ് ലെവൽ, അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പേജിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾറെഡി മലയാളത്തിലും ഇംഗ്ലീഷിലും കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള 4-5 കൊല്ലം ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമുക്ക് ഇടയിൽ തന്നെ ഉണ്ട്. അവരുടെയൊക്കെ നോളജ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മൾ ഫുള്ള് ട്രേഡിംഗ് ബേസിലാണ് നമ്മുടെ ഫുള്ള് സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഡെവലപ്പർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നോക്കി കാണേണ്ടത് അത് വെച്ച് നമ്മൾ വേറൊരു പാർട്ടായിട്ട് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ക്രിപ്റ്റോ ഇൻ 10 ചാർട്ട്സ്. 10 ചാർട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടി നമ്മൾ ഇപ്പോഴത്തെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചാർട്ട് നമുക്ക് വേണ്ടി റേറ്റ് ചെയ്തിട്ടുള്ളതാണ് ദ ഡിഫൈ ഇൻവെസ്റ്റർ ആൻഡ് വി ആർ റെഫറിങ് ടു ഹിസ് സബ്സ്റ്റാക്ക്. വളരെ നല്ലൊരു മാർക്കറ്റ് ആക്ഷൻ ആനും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ളത്. കുറച്ച് ദിവസമല്ല, കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് വളരെ നല്ലൊരു മാർക്കറ്റ് ആക്ഷൻ ആണ് കാണുന്നത്. ബിറ്റ്കോയിൻ ETF അതുപോലെ തന്നെ എതീരിയം ETFനെ പറ്റിയുള്ള ന്യൂസാണ് ഈ മാർക്കറ്റ് പമ്പിന് കാരണം. ഈ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി, ഡെവലപ്പർ ആക്ടിവിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ സബ്സ്റ്റാക്ക് കൂടെ. ഞാൻ ഈ സബ്സ്റ്റാക്കിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഓൾറൈറ്റ്, ഫസ്റ്റ് തന്നെയുള്ള ചാർട്ടാണ് ഗൂഗിൾ സെർച്ച് ട്രാഫിക്. അല്ലേ, ഏതൊരു ഇൻ്റർനെറ്റ് യൂസറാണ് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ സെർച്ച് ട്രാഫിക് വളരെ നല്ലൊരു ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലാസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ട്രാഫിക് ക്രിപ്റ്റോ എന്നുള്ള വേർഡിന് നമുക്ക് 50% ആണ് നമുക്ക് ഇൻക്രീസ് വന്നിട്ടുള്ളത്. അത് 2021 വെച്ച് നോക്കുമ്പോൾ വലിയ നമ്പറൊന്നും അല്ല. എന്നാലും പിന്നെ വീക്കിലി ഡെക്സ് വോളിയം, നമ്മൾ യൂണിസാപ്പ്, സ്വിസാപ്പ് പോലത്തെ ഡെക്സുകളൊക്കെ നല്ല വോളിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാസ്റ്റ് വീക്കിൽ. നമ്മുടെ വെച്ച് നോക്കിയാൽ കാണാം ഈ വീക്കിൽ നമുക്ക് നല്ലൊരു ഹൈക്ക് വന്നായിട്ട് കാണാം. അതുപോലെ തന്നെ സൊളാന ഈ റീസെൻ്റ്ലി നല്ല ഹീറ്റപ്പ് ഉണ്ടായിരുന്നു സൊളാനക്ക്. കാരണം FTXൻ്റെ ഫണ്ട്സൊക്കെ അവർ ഏകദേശം വിറ്റ് തീരാനായി. സൊളാന മാർക്കറ്റിനെ നല്ലപോലെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എതീരിയം ആൻഡ് ബിറ്റ്കോയിനെ വെച്ച് നോക്കുമ്പോൾ സൊളാന വളരെ നല്ലൊരു പമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സൊളാനയിലെ ആക്ടിവിറ്റി നോക്കുമ്പോഴും സൊളാന നല്ലൊരു ട്രേഡിംഗ് വോളിയം ഉണ്ട് എന്ന് കാണാൻ നമുക്ക് ലാസ്റ്റ് ഡേയ്സിൽ. സൊളാനയിലെ ഡെക്സ് വോളിയം ആണ് 1.977 ബില്യൺ ലാസ്റ്റ് വീക്കിൽ. അതുപോലെ തന്നെ വീക്ക്ലി ചേഞ്ച് എന്ന് പറയുന്നത് 44% ആണ് സൊളാനയിൽ ഉണ്ടായിട്ടുള്ളത്. എക്സ്ചേഞ്ചുകളിൽ കീപ്പ് ചെയ്യുന്ന ബിറ്റ്കോയിൻ്റെ സപ്ലൈ വളരെ നല്ലൊരു എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചുകളിൽ, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിലെ ബിറ്റ്കോയിൻ്റെ സപ്ലൈ കുറയുമ്പം വെയിൽസുകൾക്ക് വളരെ ഈസിയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുഷ് ചെയ്യാൻ. കാരണം ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൈസ് നല്ലോണം പുഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈതറിൻ്റെ സപ്ലൈയും വളരെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റേബിൾ കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ സ്റ്റേബിൾ കോയിൻ്റെ ഫ്ലോ കൂടുന്നതനുസരിച്ച് മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും വളരെ നല്ല ഹൈ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ക്രിപ്റ്റോ ഡെവലപ്പർ ആക്ടിവിറ്റിയാണ്. ഡെവലപ്പർ ആക്ടിവിറ്റി നോക്കുന്നേരം നമുക്കൊരു ഡിക്ലൈൻ ആണ് ഇവിടെ കാണുന്നത്. കാരണം VC ഫണ്ട്സ് പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കുറവുണ്ട്. ഈ മാസം നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ആക്ടിവിറ്റി കുറഞ്ഞായിട്ട് കാണാം. പക്ഷേ നമ്മൾ നോക്കുന്നേരം കോസ്മോസിൽ വളരെ നല്ലൊരു ആക്ടിവിറ്റി വന്നായിട്ടും കാണാം. കഴിഞ്ഞ വീക്കിലാണ് സെലസ്റ്റിയ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സെലസ്റ്റിയ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോസ്മോസ് ചെയിനാണ്. പക്ഷേ അത് എതീരിയം റോളപ്സിന് ഡാറ്റ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ DYDX അവരുടെ ഓൺ ചെയിൻ ഇറക്കിയിട്ടുണ്ട്. അതും കോസ്മോസ് ബേസ്ഡ് ആണ്. ഇതൊക്കെ ആയിരിക്കും ഈ കോസ്മോസ് എക്കോസിസ്റ്റത്തിൽ ഡെവലപ്പേഴ്സ് ആക്ടിവിറ്റി കൂട്ടാനുള്ള കാരണം. എതീരിയവും പോൾക്കാഡോട്ട് നോക്കുന്നേരം ഒരു ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ഫാക്ടർ എതീരിയം L2കളെ TVL ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 13.51 ബില്യണിന് മുകളിലാണ് ഇപ്പം എതീരിയം L2s മൊത്തം ആയിട്ടുള്ള TVL. കാരണം ഓരോ എതീരിയം L2 പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
പുതിയ പുതിയ പ്രോട്ടോകോൾസും എക്സ്പെരിമെൻസും കൂടുതലായിട്ട് കടന്നു വരുന്നൊരു മേഖലയാണ് എതീരിയം മെൽറ്റോസ്. ആർബിട്രർമാരുടെ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് പ്രോഗ്രാം അല്ലെങ്കിൽ എസ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ എസ്ടിപ്പ് എന്താ വെച്ചാൽ ബേസിക്കലി അവർ ആർബിട്രത്തിലുള്ള പ്രൊജക്ട്സിനൊക്കെ ഒരു അലോക്കേഷൻ കൊടുക്കുകയാണ് ആർബി ടോക്കണിൻ്റെ. ഇത് അവരുടെ ഒരു ഗ്രാൻഡായിട്ട് അവർ കണക്കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ലിക്വിഡിറ്റിയും യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. ആർബിട്രർ റിക്വസ്റ്റ് നല്ലോണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർബിട്രത്തിൽ നല്ല ഇൻഫ്ലോ വരുന്നുണ്ട്. കാരണം നല്ല ഈൽഡാണ്. ആർബിട്രത്തിൽ ഓരോ പ്രൊഡക്റ്റുകളിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് നല്ല ഈൽഡാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽസ് ഒക്കെ നല്ല കളി കളിക്കുന്നുണ്ട് ഇതിൽ. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ പെർപെച്വൽ ഡെക്സുകളിലുള്ള വോളിയം നല്ലതായി കൂട്ടുന്നുണ്ട്. പെർപെച്വൽ ഡെക്സ് പറഞ്ഞാൽ നമ്മൾ ബൈനാൻസിലൊക്കെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുറേ എക്സ്ചേഞ്ചുകളുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് DYDX, GMX, മക്സ് പ്രോട്ടോകോൾ, ഡ്രിഫ്റ്റ് പ്രോട്ടോകോൾ, പിന്നെ സിന്തറ്റിക്സ് ഇതൊക്കെ. പിന്നെ അടുത്തായി നോക്കുന്നത് നമ്മൾ NFT വോളിയമാണ്. NFT വോളിയം 5x ആയിട്ടാണ് പാസ്റ്റ് 30 ഡേയ്സിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ NFT നമ്മൾ അത്ര കെയർ ചെയ്യില്ല. ഇപ്പം കുറേ കാലമായിട്ട് NFT കുറേ ചത്തെടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് കൂടുതലായിട്ട് കാണാം നമുക്ക് NFTൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഡെയിലി ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്ന റവന്യൂ വെച്ചിട്ടാണ് ഇത് റാങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എതീരിയാണ്, പിന്നെ ട്രോൺ, പിന്നെ മേക്കർ ഡാവോ, DYDX, ലീഡോ ഫൈനാൻസ്, GMX, സിന്തറ്റിക്സ്, ആർബിട്രം, ഫ്രണ്ടെക്സ്, OP മെയിൻനെറ്റ്, OpenSea, പാൻകേക്ക് സ്വാപ്പ്, ആവെ ഈ ലിസ്റ്റിങ്ങനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മേക്കർ ഡാവോക്ക് ഒരു ഇൻക്രീസ് വരാനുള്ള കാരണം തന്നെ മേക്കർ ഡാവോൻ്റെ ഇപ്പം അവർ റിയൽ വേൾഡ് അസറ്റുമായിട്ട് ഉള്ള കൊളാബറേഷൻ കാര്യങ്ങളാണ് അവർക്ക് ഈ മേക്കർ ഡാവോയിൽ ഇത്രയും നല്ല ഗ്രോത്ത് വരാൻ കാരണം. $5.35 ബില്യൺ ഇപ്പോൾ മേക്കർ ഡാവിലുള്ള TVL എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ഇൻ ടു ക്രിപ്റ്റോ 2021 ഡിസംബർ കഴിഞ്ഞിട്ട് ഉള്ള നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ക്രിപ്റ്റോയിലേക്ക് നല്ല കൂടുതലായിട്ട് വന്നവരെ നമുക്ക് കാണാം. ഇപ്പം 300 മില്യൺ പോലെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ക്രിപ്റ്റോയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ 10 ചാർട്ട്സ് നമ്മൾ നോക്കിയിട്ടുള്ളത്. Hope you like this video.